എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശ്രീ പി ചിത്രരഞ്ജൻ എം എൽ എ ഇവിടെ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ഇത് എന്റെ മാത്രം തീരുമാനമല്ല, ഇത് മുഖ്യമന്ത്രിയുടേതാണ് എന്ന് ആവർത്തിച്ച് ഊന്നി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ മുൻ ആരോഗ്യമന്ത്രി പറയുന്നത് അപ്പോൾ പറയുന്നതും ഇപ്പോൾ പറയുന്നതും എപ്പോൾ പറയുന്നതും സഭയിൽ പറഞ്ഞതൊക്കെ ആ സമയത്ത് അർജൻസി ഉണ്ടായി എന്നുള്ളതാണ്. കളവാണത്. ആ സമയത്ത് അർജൻസി ഉണ്ടായെങ്കിൽ ഈ പറയുന്നത് 550 രൂപയ്ക്ക് 25,000 കിറ്റ് തരാൻ തയ്യാറായ കമ്പനി അവിടെ ഉണ്ടായിരുന്നു. ആ കത്ത് സർക്കാരിന്റെ പക്കലുണ്ടായിരുന്നു. ആ കത്ത് സർക്കാർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. അവരോട് 10,000 പറഞ്ഞിട്ട് അതിന്റെ നേരെ ഇരട്ടി 1,500 രൂപ വിലയ്ക്ക് അപ്പുറത്ത് സാൻ ഫാർമയ്ക്ക് അങ്ങോട്ട് മെയിലയച്ചു എന്നാണ് ആരോപണം. അപ്പൊ ഈ അർജൻസി എന്ന വാദം നിൽക്കുവോ ശ്രീ പി ചിത്രരഞ്ജൻ? ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മുഖ്യമന്ത്രിയിലേക്കാണല്ലോ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ മുഖ്യമന്ത്രിയിലാണ് ഊന്നൽ കൊടുക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നത്. യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠൻ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിയായ ഞാനും ചീഫ് സെക്രട്ടറിയും എല്ലാവരും കൂടി ചേർന്ന് ആ പ്രത്യേക സാഹചര്യത്തിൽ ചർച്ച ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളതെന്നാണ്. അല്ലാതെ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ട് ഞാൻ നടപ്പിലാക്കിയെന്നല്ലല്ലോ ടീച്ചർ പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ CA സർട്ടിഫിക്കറ്റുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്ന കമ്പനിക്ക് കൊടുത്തിരുന്ന ഓർഡർ നമ്മുടെ നാട്ടിൽ അതിനുശേഷം ഇവിടെ 10 രൂപയ്ക്ക് വരെ കിട്ടുന്ന സ്ഥിതി വന്നല്ലോ മാസ്കുകൾ. അതിനു മുമ്പ് ഞാനും നിങ്ങളും ഒക്കെ, ഞാൻ 3 കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? 2 കോവിഡ് വന്ന് നേരിട്ടവനാണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എത്ര രൂപയ്ക്കാണ് ആദ്യം വാങ്ങിയെന്നുള്ളതും രണ്ടാമത് വാങ്ങിയെന്നുള്ളതും ഒക്കെ നമുക്ക് അറിയുന്നവരാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടമെന്ന് പറഞ്ഞാൽ ഇതൊന്നും അന്വേഷിച്ച് നടക്കാനുള്ള ഘട്ടമല്ലല്ലോ. 550 രൂപയ്ക്ക് ഒരു PP കിറ്റ് തരാം എന്ന് പറയുന്ന ഈ പറഞ്ഞ അനിത ടെക്സ്കോട്ട് എന്ന് പറയുന്ന കമ്പനി നമ്മളോട് പറയണം 25,000 കിറ്റ് തരാൻ ഞങ്ങൾ തയ്യാറാണ്. ദ വെരി സെയിം ഡേ അവരോട് 10,000 കിറ്റ് നമ്മൾ ഓർഡർ ചെയ്യുകയാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നത് പോലെ ആ സമയത്ത് അർജൻസി ആയിരുന്നു പ്രശ്നമെങ്കിൽ അവരോട് നമുക്ക് 25,000 വാങ്ങാമായിരുന്നില്ല 550 രൂപയ്ക്ക്. എന്തുകൊണ്ട് അതുണ്ടായില്ല? ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, 50,000-ത്തിനാണ് ഓർഡർ കൊടുക്കുന്നത്. ആ 50,000-ത്തിന് ഓർഡർ കൊടുത്തിട്ട് അതിൽ കുറച്ച് വിലക്ക് കിട്ടാൻ പോകുന്നെന്ന് കണ്ടപ്പോൾ 35,000 ക്യാൻസൽ ചെയ്തല്ലോ. 15,000 കിറ്റ് മാത്രമല്ല ഇത് വാങ്ങിയിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ 10,000 നിർത്തുന്നത്? നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തോടെ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തെ കാണാതെ ഞാനും നിങ്ങളും ഇന്ന് പൂർണ്ണ ആരോഗ്യവാന്മാരായി ഇരുന്നു കൊണ്ട് നമ്മളൊരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ ഇടപെടാതെ പറയരുത്. എന്റെ ചോദ്യത്തിലേക്ക് താങ്കൾ വരുന്നതേ ഇല്ല. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാം. 550 രൂപയ്ക്ക് 25,000 PP കിറ്റ് ഞങ്ങൾ തരാം എന്ന് പറയുന്ന ഒരു കമ്പനി, അനിത, എന്താണ് അതിന്റെ പേര്, അനിത ടെക്സ്കോട്ട് എന്ന് പറയുന്ന കമ്പനി. ആ കത്ത് സർക്കാരിന്റെ പക്കലുണ്ട്. നമ്മൾ 10,000 കിറ്റുകൾ വാങ്ങാൻ തീരുമാനിക്കുന്നു. അതിൽ 5,000 കിറ്റ് മാത്രം വാങ്ങുന്നു. അതിനുശേഷം 1,550 രൂപയ്ക്ക് അങ്ങോട്ട് സാൻ ഫാർമയിലോട്ട് നമ്മൾ ഓർഡർ കൊടുക്കുന്നു. എന്തിനാണത്? ഞാൻ പറഞ്ഞുതരാം. വെരി സിമ്പിൾ. അന്ന് വിലയല്ലല്ലോ പ്രശ്നം. ഗുണനിലവാരമുള്ള നല്ല ഇത് നൽകിയിട്ടുള്ള പരിചയമുള്ള നല്ല കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ കാര്യമില്ല. ചിത്രരഞ്ജൻ, താങ്കൾ ഈ പറഞ്ഞ എന്താണ് സാൻ ഫാർമ എന്ന കമ്പനി, അല്ലെങ്കിൽ അത് കമ്പനി എന്ന് പറയാൻ കഴിയില്ല, അതിന് മാനുഫാക്ചറിംഗ് ഇല്ലാത്ത ഒറ്റയാൾ ഇടനിലക്കാരൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഗൂഗിളിൽ തപ്പിയാൽ 2010 പൊട്ടിപ്പോയ പഴയ ഏതോ സാൻ ഫാർമ കമ്പനിയുടെ വിശദാംശങ്ങൾ മാത്രമേ അതിലുള്ളൂ. മാത്രമല്ല, അർജന്റ് ആണെങ്കിൽ നമ്മൾ മഹാരാഷ്ട്രയിൽ സോളാപൂരിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനിയിലേക്ക് നമ്മൾ അങ്ങോട്ട് കത്തയക്കേണ്ട കാര്യമുണ്ടോ? അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. കാര്യമുണ്ടോ? രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്ന ഈ ഇടനിലക്കാരന്റെ അവകാശവാദങ്ങൾക്കപ്പുറം അത് തെളിയിക്കുന്ന ഒരൊറ്റ പേപ്പർ അങ്ങ് കാണിച്ചു തരാൻ കഴിയുമോ? പിന്നെ താങ്കൾ ഈ പറഞ്ഞ ഹിന്ദുസ്ഥാൻ ലിവറോ അല്ല, ഹിന്ദുസ്ഥാൻ ഒന്നും അല്ല, അവരുടെ പേരന്റ് കമ്പനി അൽ മെഡിക്കോസ് എന്ന് പറഞ്ഞ ഏതോ ഒരു കമ്പനിയാണ്. ആ കമ്പനിയും അവകാശപ്പെടുന്ന യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ്. എന്ത് യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ്? നമ്മൾ നിപ്പയുടെ സമയത്ത് നമ്മൾ കെറോൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് വാങ്ങി 456 രൂപ. നമ്മൾ ന്യൂ കെയർ ഹൈജീൻ പ്രൊഡക്ട്സിൽ നിന്ന് വാങ്ങി 472 രൂപ. നമ്മൾ ബയോമെഡിക്സിൽ നിന്ന് വാങ്ങി 483 രൂപ. ഇതിലും വലിയ ഭീകരമായ നിപ്പ എന്ന് പറയുന്ന രോഗകാലത്ത് നമ്മൾ വാങ്ങിയതാണ്. അതിനൊരു യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡും ഇല്ലെങ്കിലും അത് നന്നായി വർക്ക് ചെയ്തില്ലേ സാർ? ഇവൻ ശരിയല്ല. ആ കമ്പനികളൊക്കെ ഇപ്പോഴും അതേ തുകയ്ക്ക് തരാം എന്ന് നമ്മളോട് പറയുന്നു. മറ്റൊരു കമ്പനി 500 രൂപ മുകളിൽ തരാമെന്ന്, 25,000 തരാമെന്ന് നമ്മൾ പറയുന്നു. നമ്മൾ ഈ അർജൻസി ഒക്കെ പറയുകയും ഒരു അർജന്റും അല്ലാത്ത 16 ദിവസം കഴിഞ്ഞ് കിട്ടുന്ന ഒരു കമ്പനിയിലേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് ചോദിക്കുക. എന്നിട്ട് നമ്മൾ ഇതിന് നേരെ ഇരട്ടി പൈസക്ക് നമ്മൾ വാങ്ങുക. ഇത് അഴിമതി അല്ലെന്ന് പറയാണോ അങ്ങ് പി ചിത്രരഞ്ജൻ? ഞാൻ പറഞ്ഞില്ലേ, വില കുറച്ച് സാധനം കിട്ടുന്നു എന്ന് ഉറപ്പ് വന്നപ്പോൾ
കൊടുത്ത ഓർഡർ റദ്ദ് ചെയ്യുവാൻ തന്നെ തയ്യാറായിട്ടുള്ളത് തെറ്റായ വാദമാണ്. നിങ്ങൾ തെറ്റായ വാദമാണ്. ഏതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ സാൻ ഫാർമയിലെയൊക്കെ ഈ കൂടിയ വിലക്ക് അങ്ങോട്ടേക്ക് നമ്മൾ ചോദിക്കുന്ന സമയത്ത് താങ്കൾ ഈ പറഞ്ഞ വിലക്ക് ഇവിടെ കിട്ടും. ഇഷ്ടം പോലെ പി പി കിറ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ ഈ കമ്പനികളൊക്കെ. നിങ്ങൾ മനസ്സിലാക്കി അതിനെ മറികടന്ന് സാൻ ഫാർമയ്ക്ക് നമ്മൾ അങ്ങോട്ട് ചോദിച്ചു. എന്തിനാണ് 1550 രൂപയ്ക്ക്? സുഹൃത്തെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കൂ. എങ്ങനെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് അറിയൂ. അല്ലാതെ ചുമ്മാതെ എന്തെങ്കിലും നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ കേരളത്തിൽ ആദ്യം ഇതിന് വേണ്ടി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച 10 ലക്ഷം പി പി കിറ്റുകളാണ്. അപ്പോൾ 8 ലക്ഷം പി പി കിറ്റുകൾ 2 മാസത്തിനുള്ളിൽ സംഭരിക്കണമെന്ന് നിശ്ചയിക്കുകയാണ്. ഈ സാധനത്തിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കിക്കൊണ്ട് 50% തുക മുൻകൂറായി നൽകിക്കൊണ്ട് എന്റെ പി പി ചിത്തർജൻ, എന്റെ ചോദ്യം അങ്ങ് മനസ്സിലാവാത്തതല്ല. കേരള മെഡിക്കൽ എന്റെ ചോദ്യം അങ്ങ് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ അങ്ങ് നോക്കി വായിക്കുന്ന അതിൽ ഈ പറയുന്ന കാര്യങ്ങളില്ല. അതുകൊണ്ടാണ് ഈ കുറഞ്ഞ വിലക്ക് ഇഷ്ടം പോലെ പി പി കിറ്റ് കിട്ടി ഉണ്ടായിരുന്നു ആ സമയത്ത്. നിങ്ങൾ ഈ പറയുന്ന അർജൻസി സാധനം കിട്ടാനുള്ളത് കള്ളം പറയലായിരുന്നു ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ. സാധനം കിട്ടാനുണ്ടായിരുന്നു പി പി ചിത്തർജൻ, ഇഷ്ടം പോലെ സാധനം കിട്ടാനുണ്ടായിരുന്നു കുറഞ്ഞ വിലക്ക്. അത് വേണ്ട എന്ന് പറഞ്ഞ് കൂടിയ വിലക്ക് ഏതോ മഹാരാഷ്ട്ര കിടക്കുന്ന സോളാപൂർ കിടക്കുന്ന കമ്പനി അങ്ങോട്ട് വിലച്ച് എന്തിനാ? ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. എന്നിട്ട് ആ സാധനം വന്ന എപ്പോഴാ? 16 ദിവസം കഴിഞ്ഞപ്പോ. എന്ത് അർജൻസിയാണ്? ഇനി പോട്ടെ, സാൻ ഫാർമയ്ക്ക് അയച്ച ലെറ്റർ ഓഫ് ഇന്റന്റിൽ അർജൻസി ഒരു വാക്ക് കാണിച്ചു തരാമോ? സുഹൃത്തെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളടുത്ത്. 15,000 പി പി കിറ്റിനെ കുറിച്ചേ ഉള്ളോ നിങ്ങൾക്ക് ആക്ഷേപം? അതാ മൊത്തം പി പി കിറ്റിനെ കുറിച്ചാണോ? 25,000 പി പി കിറ്റുകൾ 500 രൂപയ്ക്ക് 550 രൂപയ്ക്ക് ഞങ്ങൾ തരാമെന്നൊരു കമ്പനി പറയുന്നു. ആ കമ്പനിയോട് നമ്മൾ 10,000 പി പി കിറ്റ് താ എന്ന് പറയുന്നു. ഈ പറയുന്ന അർജൻസി ഉണ്ടെങ്കിൽ ആ കമ്പനി 25,000 വാങ്ങണ്ടേ പി പി ചിത്തരഞ്ജൻ? ഈ പറയുന്ന ബാക്കി കിറോൾ അടക്കമുള്ള കമ്പനികൾ 500 രൂപയിൽ താഴെത്താണെന്ന് പറയുന്നു. അവരിൽ നിന്ന് വാങ്ങണ്ടേ? വിട്ടില്ലേ ചേട്ടാ, ഇത് നിങ്ങൾ വെടിവെക്ക് മുമ്പ് ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കൂ. എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കടോ. പല സ്ഥാപനങ്ങൾക്ക് ഓർഡർ കൊടുത്തു. ഈ പറഞ്ഞിട്ടുള്ള സാൻ ഫാർമയ്ക്ക് 50,000 കൊടുത്തു. അവിടുന്ന് വില കുറച്ച് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് കണ്ടപ്പോൾ 35,000 ക്യാൻസൽ ചെയ്തു, 15,000 ആയി. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. 50,000 പി പി കിറ്റുകൾ ഇരട്ടിയിലധികം വിലയ്ക്ക് സാൻ ഫാർമയോട് ചോദിക്കുമ്പോൾ അതിൽ കുറഞ്ഞ വിലക്ക് ഇഷ്ടം പോലെ പി പി കിറ്റ് ഇവിടെ കിട്ടും. അതെന്തിനാണ് അപ്പൊ അങ്ങോട്ട് നമ്മൾ ചോദിക്കുന്നത്? സുഹൃത്തെ, അങ്ങനെയാണെങ്കിൽ 35,000 എന്തിനാണ് റദ്ദ് ചെയ്തത്? നിങ്ങൾ ചർച്ച സംഘടിപ്പിച്ചിട്ടാണോ റദ്ദ് ചെയ്തത്? എന്റെ ചോദ്യത്തിൽ താങ്കൾ ഒഴിഞ്ഞുമാറല്ലേ? താങ്കൾ ഒഴിഞ്ഞുമാറാണ്. ഇവിടെ 500 രൂപയിൽ താഴെയും 500 രൂപയ്ക്കും ഇഷ്ടം പോലെ പി പി കിറ്റ് ലഭ്യമാണെന്നിരിക്കെ ഇരട്ടിയിലധികം തുകയ്ക്ക് അങ്ങോട്ടേക്ക് സാൻ ഫാർമയിലേക്ക് കത്തെഴുതി എന്തിനാണ്? അവിടെ ഒന്ന് വാങ്ങാൻ പോയത് എന്തിനാണ്? ഇതൊരു നടക്ക് പോണ മാതിരില്ല. നിങ്ങൾ പറയൂ സുഹൃത്തെ, എത്ര പി പി കിറ്റിലാണ് അഴിമതി നടന്നത്? അത് അഴിമതി നടത്തിയവരാണ്, ഞാനല്ല. കത്തിൽ പറഞ്ഞ എന്താണ്? ഈ കത്തിൽ പറയുന്ന എന്താണ്? 25,000 കിറ്റ് 550 രൂപയ്ക്ക് ഞങ്ങൾ തരാം എന്ന് പറയുകയാണ്. എന്നിട്ട് മുൻ ആരോഗ്യമന്ത്രി പച്ചക്കള്ളം പറയുക. ആ സമയത്ത് കിറ്റ് കിട്ടാനില്ല. പച്ചക്കള്ളമല്ലേ പറയുന്നതെന്ന് അന്നത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞത് നുണയല്ലേ? അന്ന് ലഭ്യത കുറവില്ല. അന്ന് ലഭ്യത കുറവില്ല. മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞ എന്താണ്? 550 രൂപയ്ക്ക് ഇവിടെ കിറ്റ് കിട്ടാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായോ? ഉത്തരം പറ. ഞാൻ ചോദിച്ച ഉത്തരം പറയൂ. 15,000 പി പി കിറ്റിലാണോ അഴിമതി? മൊത്തം പി പി കിറ്റിലാണോ അഴിമതി? പറയൂ. ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. സാറേ, 10 ലക്ഷം രൂപയ്ക്ക് 25 ലക്ഷത്തിൽ 10 കോടിയും അഴിമതിയാണെങ്കിൽ മൊത്തം അന്വേഷിക്കണം. 25 കോടിയിൽ 10 കോടിയും അഴിമതിയാണെങ്കിൽ മൊത്തം അന്വേഷിക്കണ്ടേ? യു പിയിലെ ഓക്സിജൻ കിട്ടാത്ത കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീണ് മരിച്ചു. കോവിഡ് കാലത്ത് മൃതശരീരങ്ങൾ ഗംഗാനദിയിലൂടെ ഒഴുകി നടന്നു. ഈ കേരളത്തിൽ ഒന്നും ഉണ്ടായില്ല. രണ്ടാമത്തെ സ്റ്റേറ്റാ രാജ്യത്ത്. മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കോവിഡ് കാരണം ആളുകൾ മരിച്ചുകൂടി രണ്ടാമത്തെ സ്റ്റേറ്റാ കേരളം. കോവിഡിൽ അന്ന് നമ്മൾ പറഞ്ഞ ഇക്കാര്യത്തിൽ ഇവിടെ മരണനിരക്ക് കുറവാണ്. ഇവിടെ മരണനിരക്ക് പൂഴ്ത്തിവെച്ചു. ഇവിടെ മരണനിരക്ക് നമ്മൾ പൂഴ്ത്തിവെച്ചു. രാജ്യത്ത് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചൊടുങ്ങിയ സ്ഥലം കേരളമാണ്. പി പി ചിത്തരഞ്ജൻ, നിങ്ങളും ഞാനും ഇപ്പോൾ ഘോരഘോരം സംസാരിക്കാൻ കഴിയുന്നത് കേരളത്തിൽ അന്തസ്സായി പ്രവർത്തിച്ച ഗവൺമെന്റ് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഈ രാജ്യത്ത് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചൊടുങ്ങിയ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാ. ആ സമയം നമ്മൾ കണക്കൊക്കെ നൈസായിട്ട് പൂഴ്ത്തി. കണക്ക് പുറത്തു വന്നപ്പോ എത്ര? നിങ്ങൾ എന്ത് ആക്ഷേപം ഉന്നയിച്ചോ? ആക്ഷേപം ഉന്നയിക്കുന്നോ? ആക്ഷേപമാണോ ഉന്നയിക്കുന്നത്? ഞാൻ ഉള്ളാ പറയുന്നത്. ഞാൻ കണക്കാ പറയുന്നത്. സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിനും കണക്കാ പറയുന്നത്. ആക്ഷേപമാണോ അത്?
പി പി ചിത്രത്തിന് ആക്ഷേപമാണോ അത്? രാജ്യത്ത് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോവിഡിൽ ആൾ മരിച്ചത് കേരളത്തിലല്ല എന്ന നിലപാട് പി പിക്കുണ്ടോ? ഞാൻ തെളിവ് തരാം, ഞാൻ കണക്ക് തരാം സംസ്ഥാനത്തിന്റെ കേന്ദ്രത്തിന്റെയും. മരണനിരക്കിന്റെ ചർച്ചയാണോ അല്ല, താങ്കൾ പറഞ്ഞാണോ? അല്ല, താങ്കളെ ഇത്ര വർത്തമാനം പറയുന്നത്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. താങ്കൾ യു പിയിൽ ഒഴുകിയ ശവങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഓർമ്മിപ്പിച്ചതാ. കേരളത്തിലെ ഇടപെടലിന്റെ ഫലമായിട്ടാ. ശരി, ഓക്കെ. കേരളത്തിലെ ഇടപെടലിന്റെ ഫലമായിട്ടാ നിങ്ങൾ എന്താണ് ഇത്രയധികം ആള് മരിച്ചോ? കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇത്രയധികം ആള് മരിച്ചോ? എങ്ങനെയാണ് ഈ ഗവൺമെന്റ് കാത്തു സൂക്ഷിച്ചത്? ഇത്രയധികം ആള് മരിച്ചതാണ് ഇടപെടലിന്റെ ഭാഗമായിട്ട്. ആള് മരിച്ചിരുന്ന അന്ന് പറഞ്ഞത് അന്ന് നുണയാ പറഞ്ഞത്. അന്ന് പി ആർ ആയിരുന്നു ആള് മരിച്ചിരുന്നു പറഞ്ഞത്. അന്ന് ഞാനും പി പി ചിത്ര അന്ന് ഞാൻ ഒരു ഇന്റർവ്യൂക്കകത്ത് പറഞ്ഞതാ, കേരളത്തിലെ വേറെ എവിടെ ജനിച്ചിരുന്നു ചത്ത് മരിച്ചിരുന്നു. ഞാൻ ഇന്റർവ്യൂ പറഞ്ഞ ആളാണ്. പിന്നെ കണക്ക് വന്നപ്പോ എന്താ കണക്ക് വന്ന് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേറ്റ് കേരളമാ ആളുകൾ മരിച്ചു കൂടിയത്. അതുകൊണ്ട് ഒരുപാട് പറയല്ലേ സാറേ? ഞാൻ തെളിവ് തരാം. കേരളത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തെ കുറിച്ച് ഇത്ര വില കുറഞ്ഞത് രാഷ്ട്രീയ പറയത്തുള്ളൂ. പി പി ചിത്തരഞ്ജൻ, രാജ്യത്ത് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കേരളത്തിലാണ് കൂടുതൽ പേർ കോവിഡിൽ മരിച്ചത് എന്നതിന് കണക്കങ്ങേക്ക് വേണോ? വേണ്ട, കണ്ടെത്തണ്ട. നിങ്ങൾ എന്തിനാ വിഷയം മാറ്റുന്നതിനാ? താങ്കളാ വിഷയം മാറ്റിയ വിട്ടേക്കു. 15,000-ത്തിലാണോ 10 കോടി രൂപ അനുമതി? അത് ചോദിക്കാം. എന്തെങ്കിലും ചുമ്മാ പറഞ്ഞാൽ മതിയോ? ഓക്കെ. അപ്പൊ കണക്കിലൊക്കെയാണ് ആൾക്കാർ മരിച്ച കണക്കിൽ സംശയമില്ലേ? ഞാൻ കണക്ക് തരാം. ഈ കേരളത്തെ സംബന്ധിച്ച് ലോകം അംഗീകരിച്ചതാണ്. നിങ്ങൾ അംഗീകരിക്കണമെന്നില്ല, ലോകം അംഗീകരിച്ചതാണ് നമ്മൾ ഒരു സമയത്ത് കണക്കങ്ങ് പൂർത്തിയായിരുന്നു. ആ പൂഴ്ച കണക്ക് പുറത്തു വന്നപ്പോഴത്തേക്ക് രണ്ടാം സംസ്ഥാനമായി മാറി നമ്മള്. എന്നെപ്പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നിപ്പോ ഞാൻ വന്നിരുന്ന് ഘോരം സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത് അന്നൊരു ഗവൺമെന്റ് കൃഷ്ണമണി പോലെ ഈ കേരളത്തിലെ ജനങ്ങളെ കാത്തു സൂക്ഷിച്ചതുകൊണ്ടാണ്. അല്ല, കൊന്നൊടുക്കുകയല്ലായിരുന്നു. ശരി, ഒരുപാട് പേർ മരിച്ചു. പക്ഷേ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കേരളത്തിലാണ് കോവിഡ് ബാധിച്ച ആളുകൾ ഏറ്റവും കൂടുതൽ മരിച്ചത്. ഞാൻ പറഞ്ഞ കണക്കാ പറയുന്നത്, സ്റ്റാറ്റിസ്റ്റാ പറയുന്നത്. അത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞ എന്താണ്? ആ സമയത്ത് പി പി കിറ്റുകളുടെ വിരകൾ കുത്തനെ കൂടി. അങ്ങനെ അല്ല എന്നുള്ളതല്ല ഇപ്പോൾ പുറത്തു വരുന്ന ഒന്നല്ല പല രേഖകൾ തെളിയിക്കുന്നത്. എന്താണ് അങ്ങനെ അവാസ്തവം പറഞ്ഞുകൊണ്ട് ഇതിനെ വിശദീകരിക്കാൻ പറ്റുമോ? അബിൻ വർക്കി പിന്നെ തുടങ്ങിയേക്കാം. ഞാനും ശ്രീ പി പി ചിത്തരഞ്ജനും ഹാഷ്മിയും ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഈ സംസ്ഥാനത്തെ 72,000 ആളുകൾ കോവിഡ് മൂലം മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ, അത് ഈ രാജ്യത്ത് 2ാം സ്ഥാനമാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ, കേരളത്തിൽ കോവിഡിന്റെ ആരോഗ്യ പരിപാടികളൊക്കെ എന്താണ് സർക്കാർ ചെയ്തത് എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. 550-നും 500-നും താഴെ വിലയ്ക്ക് കിട്ടുമായിരുന്ന പി പി കിറ്റുകൾ ഇത്രയധികം വിലയ്ക്ക് മേടിച്ചപ്പോൾ 25.5 കോടിയുടെ പി പി കിറ്റ് പർച്ചേസിൽ 10.5 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ട്. ഇതാണ് അഴിമതി. എണീറ്റ് വരണ്ടേയിരുന്നു. പി പി ചിത്തരഞ്ജൻ ഇവിടെ വന്ന് അങ്ങനെ ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക എന്നൊരു നയം എടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.